ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ മകരം 1. ഈ നക്ഷത്ര ജാതകർക്ക് സമ്പൂർണ്ണ രാജയോഗം ഭവിക്കുന്നു. അതായത് ഈ പ്രത്യേക ദിവസം മുതൽ ചില നക്ഷത്ര ജാതകർക്ക് രാജയോഗം ഫലമായി പറയാം. അതായത് മകരമാസമാണ് നാളെ. 2025 ജനുവരി 14 മകരവിളക്ക് എന്ന പ്രത്യേകത കൂടി ഈ മലയാള മാസം 1-നുണ്ട്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് സൂര്യൻ സഞ്ചരിക്കുന്ന ദിവസമാണ്. ഇതിൽ പ്രകാരം സമ്പൂർണ്ണ രാജയോഗം ഫലമായി വന്നു ചേരും. ഈ മകരം 1 മുതൽ അടുത്ത മകരം 1 വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതാണ്. പ്രമോഷൻ പ്രതീക്ഷിക്കാം. വീട് എന്ന നിങ്ങളുടെ ചിരകാല സ്വപ്നം ഇത് യാഥാർത്ഥ്യമാകുന്ന വർഷമാണ്. രോഗമുക്തി ഉണ്ടാകും. അതിന് ഉതകുന്ന രീതിയിലുള്ള രാജയോഗ ഫലം ലഭിക്കുന്ന കാലമാണ്. നിങ്ങളുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. ശാരീരിക വിശ്രമം അനിവാര്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുമായുള്ള തത്സമയ സന്തോഷം വളരെയധികം ഗുണം ചെയ്യും. പണം ചെലവാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നെങ്കിൽ പുതിയ വീട് വാങ്ങുവാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീട് സ്വന്തമാകുന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ പഴയ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള തീരുമാനമുണ്ടാകാം. വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും പ്രമോഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ നിങ്ങളെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം ലഭിക്കും. ഈ സമയം നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെയോ ശിവക്ഷേത്രമോ ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സ്ഥിര വരുമാനമുള്ള ജോലി പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വളരെയധികം ലാഭമുണ്ടാകുന്ന സമയമാണ്. അതായത് സമ്പൂർണ്ണ രാജയോഗം നിങ്ങൾക്ക് ഫലമായി പറയാവുന്ന ദിവസമാണ് വന്നെത്തുക. രോഗശാന്തി ഉണ്ടാകും. പുതിയ വസ്തു വാങ്ങുവാനും അതുമല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ പേര് പ്രശസ്തിയും എല്ലാം വർദ്ധിക്കുന്നതാണ്. വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ സാന്നിധ്യം സ്വസ്ഥത സമ്മാനിക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം മെച്ചമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉയർച്ചകൾക്കാണ് വളരെയധികം സാധ്യത. എന്നാൽ നിങ്ങൾ വളരെയധികം അധ്വാനം ചെയ്താൽ ഇരട്ടി ഫലം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. ജോലികളെല്ലാം തന്നെ ഈ സമയം കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ മികച്ചതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ ദിവസവും 108 തവണ ജപിക്കുക. അതുപോലെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ഒരു വർഷം സമ്പൂർണ്ണ രാജയോഗം പല ഫലങ്ങളും സമ്മാനിക്കും. നിങ്ങളുടെ തലവര മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്ന വർഷമാണ്. വിദ്യാഭ്യാസം, വിവാഹകാര്യം ഇവയിൽ നല്ല ഫലങ്ങൾ തന്നെ പറയാം. വീട് വാഹന യോഗവും ഫലമായി വന്നു ചേരും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേണ്ടത്ര ചിന്തിക്കാതെ തിടുക്കത്തിൽ യാതൊരു തീരുമാനവും ഈ വർഷം എടുക്കരുത്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അല്പം നിരാശരാകേണ്ടി വരും. ഭക്ഷണക്രമത്തിൽ വളരെയധികം നിയന്ത്രണം വേണം. ആരോഗ്യപരമായി സൂക്ഷിക്കാൻ നല്ല ഭക്ഷണം മാത്രം ശീലമാക്കുക. സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ വർഷം ഒഴിഞ്ഞു കിട്ടും. മുൻപ് നടത്തിയ ചില നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം ധനനേട്ടം അതുമല്ലെങ്കിൽ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജോലിയില്ലാതെ അലഞ്ഞു നടന്ന ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ വർഷം ലഭിക്കുന്നതാണ്. അതുപോലെ മത്സരങ്ങളിലും നിങ്ങൾക്ക് മികച്ച വിജയമുണ്ടാകും. കൂട്ടുകെട്ടുകളെല്ലാം തന്നെ മെച്ചപ്പെടുന്ന ഒരു വർഷമാണ്. ദിവസവും നിങ്ങൾ ഓം നമഃശിവായ മന്ത്രം
108 തവണ ജപിക്കുന്നത് മൂലം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനവും വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വളരെയധികം യോഗവും ധനഭാഗ്യവുമുള്ള സമയമാണ്. മകരസംക്രാന്തിയുടെ ഭാഗമായി വരുന്ന രാജയോഗ ഫലം പറയുക. ഭൂമിയോ വീടോ സ്വന്തമാക്കുവാൻ ഭാഗ്യമുണ്ടാകും. ദീർഘകാലമായി നിങ്ങൾ അനുഭവിക്കുന്ന രോഗാരിഷ്ടതകളെല്ലാം മാറും. നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായി വളരെയധികം മികച്ച സമയമാണ്. അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ആളുകളുമായി വളരെയധികം വിട്ടു നിൽക്കുന്നത് ഗുണം ചെയ്യും. മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്ന സമയമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് പണം ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഇതേ തുടർന്ന് നിക്ഷേപം, ചെലവുകൾ എന്നിവയുടെ കാര്യത്തിൽ തിടുക്കത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലർക്ക് വിദേശത്ത് സ്ഥിര താമസമാക്കുവാനുള്ള അനുമതി വന്നു ചേരും. തൊഴിൽ രംഗത്ത് കഠിനമായി അധ്വാനം ചെയ്യേണ്ടി വരുന്ന സമയമാണ്. കുടുംബപരമായി പ്രതിബന്ധങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ കഴിയും. സന്താനങ്ങൾ മൂലം തന്നെ വളരെയധികം സന്തോഷിക്കുവാനുള്ള അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്കും വളരെ മികച്ച സമയം കൂടിയാണ്. അവരുടെ കഠിന അധ്വാനത്തിന് നല്ല ഫലങ്ങൾ വന്നു ചേരും. ഓം ഗം ഗണപതിയെ നമഃ എന്ന മന്ത്രം നിത്യവും 108 തവണ ഉരുവിടുക. അതുപോലെ നിങ്ങൾ ശാസ്ത ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം ലഭിക്കുവാൻ ഗുണകരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് രാജാവിനെ പോലുള്ള ഐശ്വര്യത്തിൽ എത്തിക്കുന്ന വർഷമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്നു മാറി നടന്നവർ നിങ്ങളുടെ അടുത്തെത്തും. പുതിയ ആടയാഭരണങ്ങൾ, ഭക്ഷണം എന്നിവ ലഭിക്കുന്നതാണ്. വിദേശ യാത്ര എന്ന സ്വപ്നം സാധ്യമാകും. ഔദ്യോഗിക രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും നിങ്ങളുടെ കർമ്മരംഗത്ത് മികച്ച ഫലങ്ങൾ ലഭിക്കും. ചിലർക്ക് കുടുംബ സ്വത്ത് ഭാഗം വെച്ച് കിട്ടും. പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും. അപ്രതീക്ഷിതമായ ചെലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട്. കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ മാസം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളിലും സഹോദരങ്ങളുടെ പിന്തുണ പൂർണ്ണമായും വന്നു ചേരും. വിദൂര യാത്ര പോകുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിൽ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ ചില അസുഖങ്ങൾക്ക് കാരണമാകും. അതിനാൽ തന്നെ മനസ്വസ്ഥത ഉണ്ടാക്കുവാൻ വിശ്രമം ആവശ്യമായി വരുന്നതാണ്. സുഹൃത്തുക്കളുമായും കുടുംബമൊത്തും വേണ്ടത്ര സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതാണ്. ദിവസവും നാരായണീയം ജപിക്കുക. അതുപോലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സമ്പൂർണ്ണ രാജയോഗം ഏറ്റവും ഫലം ചെയ്യുന്നത് ബിസിനസ് മേഖലയിലായിരിക്കും. ഇവിടെ 3 ഇരട്ടി ലാഭം നിങ്ങൾക്ക് ഫലമായി പറയാം. ഉന്നത വ്യക്തിത്വങ്ങൾ വീട്ടിൽ വിരുന്നിന് വന്നു ചേരും. വാഹന യോഗമുണ്ട്. അതുപോലെ പുതിയ ആഡംബര ഗൃഹത്തിനുള്ള ഭാഗ്യവും വന്നു ചേരും. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം അനുകൂലമാണ്. ഊർജ്ജസ്വലതയും ചുറുചുറുക്കും വളരെയധികം വർദ്ധിക്കും. വന്നു ചേരുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും നേരിടുവാൻ സാധിക്കുന്നതാണ്. പല തരത്തിലുള്ള സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. മക്കളുടെ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അവരെ കുറ്റം പറയാതെ പ്രോത്സാഹിപ്പിക്കാൻ മാത്രം ശ്രമിക്കുക. ഔദ്യോഗിക കാര്യങ്ങളിൽ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിയുന്നത് വളരെ വലിയ ആശ്വാസമായി ഭവിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തും മികച്ച ഫലങ്ങൾ ദൃശ്യമാകും. ഓം ഗണപതിയെ നമഃ എന്ന മന്ത്രം ദിവസവും ഉരുവിടുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ഭഗവതി വിഷ്ണു ക്ഷേത്ര ദർശനവും വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഏറെ ഭാഗ്യമുള്ള കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും. പൂർവിക സ്വത്ത് വന്നു ചേരും. ചില ആളുകൾക്കുണ്ടായിരുന്ന സ്വത്ത് ഇരട്ടി വിലയ്ക്ക് വിറ്റ് പോകുവാനുള്ള ഭാഗ്യമുണ്ട്. വീട്ടിലേക്ക് ആധുനിക ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും.
ആരോഗ്യപരമായി പതിവിലും നല്ല സമയമാണ്. വിവിധ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിൽ വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്. അതായത് സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ വളരെയധികം ശക്തിപ്പെടുന്ന വർഷമാണ്. സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാനിടയുണ്ട്. മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും. ജോലി സ്ഥലത്ത് കൂടുതൽ മനസ്സ് തുറക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് കരണീയം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് ചിലർ വേണ്ടത്ര പ്രാധാന്യം നൽകിയെന്നു വരില്ല. കോപം നിങ്ങളുടെ നിയന്ത്രിക്കേണ്ടതാണ്. മുൻകാല തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഓം ഭദ്രകാളിയേ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. അതുപോലെ ദേവാലയ ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദർശന ഭാഗ്യമുണ്ട്. വിദേശ യാത്രാ ഭാഗ്യം പറയാവുന്നതാണ്. ശിവ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. മൂലം പോരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സർവ്വവിധ ആഡംബര ജീവിതവും വന്നു ചേരും. സ്വർണ്ണ ആഭരണങ്ങൾ ഭാഗ്യമായി പറയാം. ഇതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ധനഭാഗ്യം വന്നു ചേരും. ഇത് വീടോ വാഹനമോ ഭൂമിയോ ആകാം. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 3 നക്ഷത്രക്കാരിൽ 2 എണ്ണമാണ് നിങ്ങൾക്ക് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വളരെ സംതൃപ്തി നൽകുന്നതാണ്. ചിലർക്ക് ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യം അനുകൂലമാകുന്നതാണ്. അതുപോലെ ബന്ധുമിത്രാദികളുമായി സംസാരിക്കുമ്പോൾ ക്ഷമ അനിവാര്യമായി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുവാനുള്ള സാധ്യതയുണ്ട്. മോശമായ കൂട്ടുകെട്ടുകൾ കഴിവതും ഈ സമയം ഒഴിവാക്കേണ്ടതാണ്. തിരക്ക് പിടിച്ച് നിങ്ങളുടെ ജോലികൾ തീർക്കുവാൻ ശ്രമിക്കുന്നത് ദോഷം ചെയ്യുവാനിടയുണ്ട്. എല്ലാ കരാറുകളും വീണ്ടും പരിശോധിക്കുന്നത് ഗുണകരമാകും. ഓം ദുർഗായേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അതുപോലെ വിഷ്ണു ഭഗവാൻ സ്വയംഭൂവായ ക്ഷേത്രദർശനം നടത്തുന്നതും ഇരട്ടി ഫലം സിദ്ധിക്കുവാൻ കാരണമാകും. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സമ്പൂർണ്ണ രാജ്യയോഗം ഗൃഹം വാങ്ങുവാൻ സഹായിക്കും. അതുപോലെ പൂർവിക സ്വത്തോ മറ്റു സ്വത്തുക്കളോ ധനഭാഗ്യമോ ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് പല മടങ്ങ് സാമ്പത്തിക വർധനവുണ്ടാകുന്നതാണ്. പണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തീരുമാനങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വലിയ നേട്ടമാകും എന്ന് പ്രതീക്ഷിച്ച ഇടപാടുകളിൽ അല്പം വേദനിക്കുവാൻ ഇടയുണ്ട്. എല്ലാ രേഖകളും ക്ഷമയോടെ പരിശോധിക്കുക. രാത്രി വളരെ വൈകും വരെ വീട്ടിലെത്താതിരിക്കുകയും ആർഭാടത്തിന് അമിതമായി പണം ചെലവാക്കാതിരിക്കുകയുമാണ് ഉത്തമം. മാതാപിതാക്കളെ കുപിതരാക്കാതിരിക്കുക. ഈർഷ്യ മനസ്സിൽ വെച്ചുകൊണ്ട് അവരുമായി കലഹിക്കാതിരിക്കുക. കുടുംബ അന്തരീക്ഷത്തിൽ അസ്വസ്ഥത ഒഴിവാക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ പരിഗണന നൽകുന്നത് പിന്നീട് ദോഷകരമാകുന്നതാണ്. ജോലിയിൽ കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം തന്നെ വന്നുചേരും. ദേവി ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ നടത്തുന്നതെല്ലാം വളരെയധികം ഗുണകരമാകും. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണ രാജയോഗം വരുന്ന 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് നിങ്ങളെ പരിഹസിച്ച ആളുകൾ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വന്നു ചേരും. 2 വാഹനത്തിന് ഭാഗ്യം ഉണ്ടെന്ന് തന്നെ പറയാം. ഇതല്ലെങ്കിൽ വില മതിക്കുന്ന മറ്റെന്തെങ്കിലും ആഡംബര വസ്തുവാകാം. പല തരത്തിലുള്ള ആഡംബര വസ്തുക്കളും നിങ്ങൾക്ക് ഈ വർഷം വന്നു ചേരും. കർമ്മരംഗത്തും ആദ്യം അല്പം തടസ്സങ്ങൾ വന്നാലും പിന്നീട് നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം ഉയർച്ച മാത്രമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരിനും കഷ്ടപ്പാടുമെല്ലാം മാറിക്കിട്ടും. കടം വീട്ടുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന സമയമാണ്.
കച്ചവടക്കാർക്ക് നല്ല ലാഭം വന്നു ചേരും. കോടതിയിലുള്ള കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിന് ശരിയായി ഫലം ലഭിക്കും എന്നു തന്നെ പറയാവുന്നതാണ്. ബിസിനസ്സിലായാലും ജോലിയിലായാലും നിങ്ങളുടെ തന്ത്രവും പദ്ധതികളുമെല്ലാം വിലമതിക്കപ്പെടുന്ന സമയമാണ്. പെരുമാറ്റ രീതി അല്പം കൂടി നിങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രതിച്ഛായ കളങ്കപ്പെടുവാൻ ഇടയുള്ള സമയം കൂടിയാണ്. ചിലർ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടും. നിത്യവും ഓം നമോ വെങ്കടേശ്വരായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അതുപോലെ നിങ്ങൾ വിഷ്ണു അതുമല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.